കെ.ബി. ഗണേഷ് കുമാർ മികച്ച ഗതാഗത മന്ത്രിയാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം UDF ഭരിക്കുമ്പോഴും LDF ഭരിക്കുമ്പോഴും മന്ത്രി കസേരയിൽ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മേയർ ഒരു കാര്യം പറഞ്ഞു. ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിൽ ഒരു വീഴ്ച കൊണ്ടുവന്നു. പക്ഷേ അതിന് ഗതാഗത മന്ത്രി നൽകിയ മറുപടി വളരെ മോശമായി പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരുതരം വെല്ലുവിളിയാണ് ഗതാഗത മന്ത്രി നടത്തിയത്. മറ്റൊന്നുമല്ല, ഈ നഗരത്തിൽ ഓടിക്കേണ്ട വൈദ്യുതി കൊണ്ട് ഓടിക്കേണ്ട ബാറ്ററി കൊണ്ട് ഓടുന്ന ഇലക്ട്രിക് ബസ്സുകൾ, ആ ബസ്സുകൾ നഗരപരിധിക്ക് പുറത്തേക്ക് നെയ്യാറ്റിൻകരയിലേക്കും നെടുമങ്ങാട്ടേക്കും ആറ്റിങ്ങലിലേക്കും ഒക്കെ സർവീസ് നടത്തുന്നത് ശരിയല്ല. അത് നഗരപരിധിക്കുള്ളിൽ തന്നെ പരമാവധി സർവീസ് നടത്തണം എന്ന് പുതിയ മേയർ അഡ്വക്കേറ്റ് VV രാജേഷ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു, സർക്കാരിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അതിന്റെ ഉത്തരം വളരെ ധാർഷ്ട്യം നിറഞ്ഞതായിരുന്നു. പറയേണ്ടത് പറയേണ്ട പോലെ പറയാതെ വളച്ചൊടിച്ച് പറഞ്ഞ് ആകെ വൃത്തികേടാക്കാനാണ് മന്ത്രി ശ്രമിച്ചത് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം 115 ബസ്സുകളും എപ്പോ വേണമെങ്കിലും മടക്കി നൽകാം. അത് 60% സംസ്ഥാന സർക്കാരിന്റെ പണമാണ്, 40% മാത്രമാണ് കേന്ദ്രത്തിന്റെ പണം എന്നൊക്കെയാണ് മന്ത്രി പറഞ്ഞത്. ഞാൻ അതിന്റെ തർക്കങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇതെല്ലാം ജനങ്ങളുടെ പണമാണ്, അല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ, സംസ്ഥാന സർക്കാരിന്റെ, നഗരസഭയുടെ എന്നൊന്നുമില്ല. അതിനെയൊക്കെ നമ്മൾ സൗകര്യത്തിന് വേണ്ടി സൃഷ്ടിച്ചതാണ്. വാസ്തവത്തിൽ ഇതെല്ലാം ജനങ്ങളുടെ നികുതി പണമാണ്. ജനങ്ങളുടെ നികുതി പണം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്, അല്ലാതെ അത് തോന്നിയപടി ചെലവഴിക്കാനുള്ളതല്ല. ഇവിടെ ഗണേഷ് കുമാർ വലിയ വീരവാദം മുഴക്കി വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. ഈ ബസ് മുഴുവനും ഉടൻ തന്നെ തിരിച്ചു നൽകിയേക്കാം, ഒരു കത്ത് നൽകിയാൽ മതി, പക്ഷെ അപ്പോ എടുത്തോണ്ട് പൊക്കോണം. പിന്നെ KSRTCയുടെ ഗാരേജിലോ KSRTയുടെ സ്ഥലത്തോ ഈ ബസ്സുകളൊന്നും ഇടാൻ പാടില്ല. ഇത് അപ്പോ തന്നെ എടുത്തോണം. ഇതിന്റെ സർവീസ്, ഇത് ഓടിക്കുന്നത്, ഇതിൽ ടിക്കറ്റ് കൊടുക്കുന്നത്, ഇതിന്റെ മെയിൻ്റനൻസ് നടത്തുന്നതും ഒക്കെ KSRTC ആണ്. അവരെ, ജീവനക്കാരെ എല്ലാരെയും പിൻവലിക്കും എന്ന് മാത്രമല്ല, പിൻവലിച്ചാൽ ഉടൻ തന്നെ 150 ബസ്സുകൾ പുറത്തിറക്കും. ആരാണ് പറയുന്നത്? നക്കി തിന്നാൻ നല്ലുപ്പില്ലാത്ത ഒരു സർക്കാരിലെ മന്ത്രിയാണ് ഇത് പറയുന്നത്. നോക്കൂ, PM-E പദ്ധതിയിൽ ഗതികെട്ട് ഒപ്പിടാൻ നിൽക്കുകയാണ് കെ.ബി. ഗണേഷ് കുമാർ. ഇവിടുത്തെ സർക്കാർ അധികാരത്തിലേറ്റ് 10 വർഷമാകുന്നു പിണറായി സർക്കാർ ഭരിക്കാൻ തുടങ്ങിയിട്ട്. 2016 അധികാരത്തിൽ ഏൽക്കുമ്പോൾ പറഞ്ഞത് KSRTCയുടെ മുഴുവൻ ബസ്സുകളും 15 വർഷം കഴിഞ്ഞ ബസ്സുകളെല്ലാം കണ്ടം ചെയ്യും, പുതിയ ബസ്സുകൾ വാങ്ങും, മരുന്നിന് സ്പെയർ പാർട്സ് എങ്കിലും നേരെ ചൊവ്വേ വാങ്ങണം എന്റെ പൊന്നു സർക്കാരെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും കുറെയൊക്കെ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, ഇരിക്കട്ടെ, ഞാൻ അതിനെ ഒന്നും കുറച്ച് കാണുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ വലിയ മാറ്റം KSRTCയിൽ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. പലപ്പോഴും കേന്ദ്ര സർക്കാർ നൽകുന്ന പല ആനുകൂല്യങ്ങളും നേടിയെടുത്തുകൊണ്ടാണ് സർക്കാർ KSRTCയെ മുന്നോട്ട് നയിക്കുന്നത്. അതൊക്കെ നല്ല കാര്യം തന്നെ, അതിലൊന്നും തർക്കവുമില്ല. ഇവിടെ ഗണേഷ് കുമാർ ഈ പറഞ്ഞത് ഈ 2024 സെപ്റ്റംബർ 7-ാം തീയതി അന്ന് മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ പറഞ്ഞപ്പോൾ എന്താ ഗണേശന് വായിൽ നാവില്ലായിരുന്നു? അന്നെന്താ മറുപടി പറയാൻ കഴിഞ്ഞില്ലേ? ഇപ്പോൾ BJPയുടെ മേയർ വന്നപ്പോഴാണോ ഇങ്ങനെ ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയാൻ കെ.ബി. ഗണേഷ് കുമാറിന് നാവ് പൊങ്ങുന്നത്? ഞാൻ ഈ ആര്യ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം, നിങ്ങൾ കേൾക്കണം. 2024 സെപ്റ്റംബർ 7-ാം തീയതി ഇട്ട പോസ്റ്റാണ്. തിരുവനന്തപുരം നഗരസഭയുടെ പ്രഖ്യാപിത നയമാണ് കാർബൺ ന്യൂട്രൽ അനന്തപുരി എന്നത്. നഗരത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും സുഗമമായും കുറഞ്ഞ നിരക്കിലും ഗതാഗത സൗകര്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതി. നോക്കണം, സ്മാർട്ട് സിറ്റി പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 115 വൈദ്യുതി ബസ്സുകൾ KSRTC സ്വിഫ്റ്റിന് വാങ്ങി നൽകിയത്. അതിന്റെ ഭാഗമായി രൂപം കൊടുത്ത ഒരു ത്രികക്ഷി കരാർ വ്യവസ്ഥയുണ്ട്. അത് പ്രകാരമാണ് ഈ വൈദ്യുത ബസ്സുകൾ സർവീസ് നടത്തേണ്ടത്. എന്നാൽ KSRTC ഈ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചതായാണ് പരിശോധനയിൽ കാണുന്നത്. നഗരപരിധി വിട്ടുള്ള സർവീസുകൾക്ക് നഗരസഭ വാങ്ങി നൽകിയ വൈദ്യുതി ബസ് ഉപയോഗിച്ചു എന്നതാണ് പ്രധാനമായും കാണുന്ന കരാർ ലംഘനം. നഗരസഭയുടെ പരിധിയും കഴിഞ്ഞ് സമീപ ജില്ലയിലേക്ക് വരെ നഗരസഭ വാങ്ങി നൽകിയ വൈദ്യുതി ബസ്സുകൾ സർവീസ് നടത്തുന്നു.
ഇത് കരാർ ലംഘനമാണ്. ഇങ്ങനെ സമീപ ജില്ലയിലേക്ക് വരെ നഗരസഭ വാങ്ങി നൽകിയ വൈദ്യുതി ബസ്സുകൾ ഓടിക്കുന്നു, സർവീസ് നടത്തുന്നു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം റിപ്പോർട്ട് ചെയ്ത പരാതികളായി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നഗരസഭയുടെ ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ICCC അവർ നടത്തിയ GPS പരിശോധനയിൽ പരാതികൾ വസ്തുതയാണെന്ന് ബോധ്യപ്പെട്ടു. കൂടാതെ വൈദ്യുതി ബസ്സുകളുടെ റൂട്ടുകൾ, ടിക്കറ്റ് നിരക്കുകൾ എന്നിവ നഗരസഭയുമായി കൂടിയാലോചിച്ച് നിശ്ചയിക്കണം എന്ന കരാറിലെ വ്യവസ്ഥയും ലംഘിക്കപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച് ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിലേക്കായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നഗരസഭ പരാതി നൽകിയിട്ടുണ്ട്. സർക്കാർ തീരുമാനം വന്നതിനു ശേഷം തുടർ നടപടികൾ ഭരണസമിതി ആലോചിച്ച് തീരുമാനിക്കും. അന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ഈ പോസ്റ്റ് ഇട്ടപ്പോൾ KB ഗണേഷ് കുമാറിന് എന്തേ മിണ്ടാട്ടം മുട്ടിപ്പോയോ? അന്ന് മറുപടി ഒന്നുമില്ലായിരുന്നല്ലോ. ഇന്ന് പിന്നെ എന്തിനാണ്? ഇന്നിപ്പോൾ ഈ പുതിയ മേയർ ആ പഴയ മേയർ ചൂണ്ടിക്കാട്ടിയ കരാർ ലംഘനം, നിയമലംഘനം പുതിയ മേയറും ചൂണ്ടിക്കാട്ടിയപ്പോൾ സടകുടഞ്ഞെഴുന്നേറ്റ ഗണേഷ് കുമാർ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? 115 ബസ്സുകളും തിരിച്ചു തന്നേക്കാം, നിങ്ങളത് കൊണ്ടുപോയിക്കോണം. ഈ ത്രികക്ഷി കരാർ എന്ന് പറയുന്നത് കാണാനുള്ളതല്ല. ബഹുമാനപ്പെട്ട മന്ത്രി അത് മനസ്സിലാക്കണം. ഈ ത്രികക്ഷി കരാർ അങ്ങയുടെ ഒരു സ്വകാര്യമായ വിഷയമല്ല, മറിച്ച് സംസ്ഥാന സർക്കാരും KSRTCയും തിരുവനന്തപുരം നഗരസഭയും കൂടി ചേർന്നുണ്ടാക്കിയതാണ്. അവിടെ ഗതാഗത മന്ത്രിക്ക് അതിന്റെ കാർമ്മികത്വം വഹിക്കാനുള്ള അധികാരമേ ഉള്ളൂ. അല്ലാതെ ഈ ത്രികക്ഷി കരാർ അങ്ങ് വലിച്ചു കീറി കാറ്റിൽ പറത്താനൊന്നും KB ഗണേഷ് കുമാർ എന്ന ഗതാഗത മന്ത്രിയെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. പിന്നെ എന്തിനാണ് അങ്ങ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ബസ്സുകളെല്ലാം തിരിച്ചെടുത്തോണം, അത് KSRTCയുടെ ഗ്യാരേജിൽ ഇടാൻ പറ്റില്ല എന്നൊക്കെ. ഇത് തിരുവനന്തപുരം നഗരവാസികൾക്ക് വേണ്ടി, ഇവിടത്തെ വായു മലിനീകരണത്തിന്റെ തോത് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയതാണ്. ജനങ്ങളുടെ നികുതി പണം ഇങ്ങനെയൊക്കെയാണ് തിരിച്ച് ജനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിക്കുന്നത്. അല്ലാതെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പണമെടുത്തു തരാൻ, സംസ്ഥാന സർക്കാരിന് പണമെടുത്തു തരാനുള്ള വിഡ്ഢിത്തരമോ മണ്ടത്തരമോ ഒന്നും കേന്ദ്ര സർക്കാർ കാണിക്കില്ല. അതുമാത്രമല്ല, നിങ്ങൾക്ക് തോന്നിയതുപോലെ കടം വാങ്ങി കൂട്ടാനും ദൂർത്തടിക്കാനും ഒന്നും കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല. കേന്ദ്രത്തിന്റെ പണം വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. അത് ബസ്സുകളായും മറ്റ് സൗകര്യങ്ങളായും നഗരവൽക്കരണമായും സ്മാർട്ട് സിറ്റിയായും ഒക്കെ അത് വരും. അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ ചെയ്യുന്നതാണ്. നിങ്ങളും അതിന്റെ ഭാഗമാണ്. മറിച്ച് അല്ലാതെ ഞങ്ങൾ എന്തോ മാടമ്പിമാരാണ് എന്ന് കരുതിയാൽ അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി, ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് പുതിയ മേയറും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പഴയ മേയർ 2024 സെപ്റ്റംബർ 7-ാം തീയതി ചൂണ്ടിക്കാണിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ്. അതേ കാര്യം തന്നെയാണ് പുതിയ മേയർ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ കഴിഞ്ഞ ഭരണസമിതിക്ക്, നഗരസഭാ ഭരണസമിതിക്ക് കിട്ടിയിട്ടുണ്ട്, ഇക്കുറിയും കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും ഇക്കാര്യത്തിൽ നടപടികൾ മാത്രം ഉണ്ടാകുന്നില്ല. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി, KSRTCയുടെ കൂടെ ഭരണം വഹിക്കുന്ന അങ്ങ് ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കണം. തീർച്ചയായിട്ടും പുതിയ മേയറും പഴയ മേയറും ചൂണ്ടിക്കാണിച്ച നിയമലംഘനം പരിശോധിച്ച് മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകണം. നഗരത്തിന് തന്നത് നഗരത്തിന്, ഗ്രാമങ്ങളിലേക്ക് കൊടുക്കേണ്ടത് ഗ്രാമങ്ങൾക്ക്. അവിടുത്തെ ഇവിടെയും, ഇവിടുത്തെ എടുത്ത് അവിടെയും ചെലവഴിക്കേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് KB ഗണേഷ് കുമാർ ആളില്ലാത്ത ഗോൾ പോസ്റ്റിൽ ഗോൾ അടിച്ചു എന്ന് കരുതി ഒരുപാടൊന്നും ഞെളിയണ്ട. ഇത് വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ഭരണസമിതിയും ചൂണ്ടിക്കാണിച്ചതാണ്. ഈ കാര്യം CPMന്റെ സൈബർ പോരാളികൾ കൂടെ മനസ്സിലാക്കണം. KB ഗണേഷ് കുമാറിനെ മഹത്വവൽക്കരിച്ച് രംഗത്ത് വരുമ്പോൾ നിങ്ങളുടെ തന്നെ മേയർ ഏതാണ്ട് ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 7-8 മാസം മുമ്പ് ചൂണ്ടിക്കാണിച്ച കാര്യമാണ് ഈ നിയമലംഘനം. ആദ്യം അതിന് പരിഹാരം ഉണ്ടാക്കട്ടെ.